അനുമോളോട് അങ്ങോട്ട് അസൂയ മൂത്തിട്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഓടാനും പറ്റാത്ത അവസ്ഥയിലാണ് ചില കണ്ടസ്റ്റൻസ്. പ്രത്യേകിച്ച് നമ്മുടെ ബിന്നി, അപ്പാനി, അക്ബർ മൂന്നിന്റെ മുഖം ഒന്ന് കാണണം. ഇന്നത്തെ കണ്ടന്റ് മൊത്തം അനുമോള് കൊണ്ടുപോകുന്നു എന്ന ആ ഒരു സാധനം കിട്ടിയ ആ ഒരു നിമിഷത്തിൽ അയ്യോ ബിന്നിക്ക് അങ്ങോട്ട് കുശുമ്പ് മൂത്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വയ്യ, അങ്ങോട്ട് അനുമോളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കടിച്ച് പറിച്ച് ഞാൻ തിന്നും എന്നുള്ളൊരു മൂഡിലാണ് ബിന്നി ഇരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അനുമോളിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് ആര്യൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ജിഷിനും നമ്മുടെ ലക്ഷ്മിയും തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് നമ്മുടെ ആര്യൻ പറഞ്ഞ ഡയലോഗ്. സത്യം പറഞ്ഞാൽ അത് വലുതായിട്ട് ആരും കാര്യമായിട്ട് എടുത്തിട്ടില്ല അവിടെ. പക്ഷെ ആര്യൻ ഇത് പറയാനായിട്ട് എന്ത് യോഗ്യതയുള്ളത്? അല്ല, ഈ പുരോഗമന ജീവിതത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആര്യന് ജിസൈലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് മറ്റുള്ളവർ മൈൻഡ് എങ്ങനെ എടുത്താലും ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൂഡിൽ നിൽക്കുന്ന ആര്യന് എങ്ങനെ ഈ ജിഷിനെയും നമ്മുടെ ലക്ഷ്മിയൊക്കെ നോക്കിയിട്ട് അവർ ലവ് ട്രാക്ക് പിടിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറ്റുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നിലപാടില്ലേ അപ്പൊ ഇവന്? അല്ല, ഇവന്റെ നിലപാട് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഓക്കെ, അത് പോട്ടെ, അത് കഴിയട്ടെ, അത് വിട്ടേക്കാം നമുക്ക്. പക്ഷേ കുറച്ചു മുമ്പ് ഈ ആര്യൻ കാണിച്ചൊരു പരിപാടിയുണ്ട്. ഇതിനു മുമ്പും ആര്യൻ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട്, മറ്റേ അകത്തുനിന്ന് സാധനം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന പരിപാടി അനുമോളോട്. ഇപ്പൊ അത് അവൻ ലക്ഷ്മിയോടും ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആര്യന്റെ ഡ്രസ്സ്, ആര്യൻ കുളിക്കാൻ പോയപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, മകനെ വാ നമ്മുടെ ലിവിങ് ഏരിയ വന്ന് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ അവന്റെ ഡ്രസ്സ് നമ്മുടെ ഒരു കൗച്ചുണ്ട് മറ്റേ കിച്ചണിന്റെ നമ്മുടെ ബാത്റൂമിന്റെ അവിടെ ഇട്ടിട്ട് അവനിങ്ങി വന്നു. പിന്നെ അവനത് എടുത്ത് മാറ്റാൻ മറന്നുപോയി. നമ്മുടെ ലക്ഷ്മി ആ പരിസരത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ ഡ്രസ്സ് എല്ലാം കൂടി അവിടെ കിടക്കുന്നു. ലക്ഷ്മി ചെയ്ത അത്ര നല്ല കാര്യമൊന്നുമല്ല. ലക്ഷ്മി ആ തുണി എടുത്ത് അതേപോലെ താഴത്തേക്ക് അങ്ങിട്ടു. അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വേണമെങ്കിൽ അത് കുറെ നേരം ചോദിച്ചു ലക്ഷ്മി, ഇത് ആരുടെ ഡ്രസ്സാണ്, വണ്ടി എടുത്തോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആര്യൻ അത് കേട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ഡ്രസ്സ് എടുത്ത് ആരുടെങ്കിലും ബെഡിൽ കൊണ്ടങ്ങ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് നേരെ എടുത്ത് അങ്ങ് താഴത്തേക്ക് ഇട്ടു. അവൻ പുതിയ ഡ്രസ്സ് എങ്ങാണ്ടാണെന്നാണ് അവൻ പറയുന്നത്. അവൻ കുളിച്ചിട്ടിടാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രസ്സാ, മുഷിഞ്ഞ ഡ്രസ്സല്ല. അപ്പൊ അത് കൈകൊണ്ട് എടുത്തങ്ങോട്ട് ഇട്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലക്ഷ്മി പറയുന്നത് അത് പല്ലവന്റെ ഡ്രസ്സാണ്, അതൊക്കെ ഞാനെന്തിനാണ് കൈകൊണ്ട് എടുക്കുന്നത് ഒരു സാധനം പറയുന്നുണ്ട്. പക്ഷെ ആര്യം പറയുന്നത് അത് കുളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, അപ്പൊ കൈകൊണ്ടൊക്കെ എടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു കമ്പോ അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ തോണ്ടി എടുത്താണെങ്കിലും വേറെ അങ്ങോട്ട് ഇടാലോ. അല്ലാതെ നേരെ അതെടുത്ത് താഴത്തേക്ക് ഇട്ടത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ അവന്റെ ഡ്രസ്സ് കിടക്കുന്ന കണ്ടപ്പം അവന് ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞു. അവൻ പോയിട്ട് ലക്ഷ്മിയുടെ ബെഡിൽ നിന്ന് തലയാണയും ബെഡ്ഷീറ്റും അതും ഇതും കബോർഡിലിരിക്കുന്ന ഡ്രസ്സും എല്ലാം വലിച്ചു വാരി എറിയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാം, ആരാണെങ്കിലും ചെയ്യും. പക്ഷേ പുറത്ത് വന്നിട്ട് നമ്മുടെ ഈ ഗാർഡൻ ഏരിയയിൽ ലക്ഷ്മിയുടെ തുണി നനച്ചിട്ട് ഇട്ടിരുന്നത് അത് അവൻ ചുരുട്ടിക്കൂട്ടി എടുത്ത് പുറത്തേക്ക് എറിയുന്ന കണ്ടു. അതൊക്കെ തെമ്മാടിത്തരമല്ലേ സത്യം പറഞ്ഞാൽ? അത് തെമ്മാടിത്തരമല്ല. ഇവൻ ഇതിനു മുമ്പ് ഈ പരിപാടി ചെയ്തിട്ട് ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ഈ ആഴ്ചയെങ്കിലും ആര്യന്റെ ഈ ഒരു പ്രവൃത്തി അത് ചോദ്യം ചെയ്യണം. ഇവൻ എന്തുണ്ടെങ്കിലും എടുത്ത് പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയുക. അതൊരു തെമ്മാടിത്തരം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുമോൾ ഒരുപാട് കണ്ടന്റ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്, രസകരമായിട്ടുള്ള കണ്ടന്റ്. എല്ലാ ദിവസവും മറ്റേ കരച്ചിലും പിഴിച്ചിലും പ്ലാച്ചിയെ എടുത്ത് മറ്റുള്ളവർ എറിയുന്ന കണ്ടന്റും പിന്നെ ഒറ്റപ്പെടലും ഒക്കെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ അനുമോളെ ആക്ട് ചെയ്ത് കാണിക്കുക എന്നൊരു സാധനം ജിസൈൽ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അനുമോൾ ഓരോന്ന് കാണിക്കുന്നുണ്ട്, അത് ജിസൈൽ കാണിക്കുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അത്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ അനുമോൾ നല്ല രീതിയിൽ ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ജിസൈലിനും അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട് ഇന്ന്. അല്ലെങ്കിലും ജിസൈലിന് കണ്ടന്റ് ഉണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് രസകരമായിട്ട് അനുമോളിൽ നിന്നൊരു സാധനം എടുത്ത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ ജിസൈലിൽ നിന്ന് പറ്റുന്നുണ്ട്. അപ്പൊ ഈ പരിപാടി അവിടെ കണ്ടിട്ട് ബിന്നിയുടെയൊക്കെ മുഖം ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ പൊന്നെ അസൂയ മൂത്തിട്ട് ബിന്നിക്കൊന്നും വയ്യ. പിന്നെ അപ്പാനി മാമനൊന്നും പിന്നെ കയറി ഇടപെട്ട് ചൊറിയാത്തതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തല്ലോ. അതായത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ അനുമോള് എന്ന് അവിടെ ഉള്ളവർക്ക്, അത്യാവശ്യം മൂല്യമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളുടെ പാട്ടിന് വിടുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അനുമോൾക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ വോട്ട് കുത്തേണ്ട കാര്യമില്ലല്ലോ, ചിലപ്പോൾ പുറത്തു പോകും. ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അനുമോള് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന്, അനുമോള് നല്ലൊരു ഗെയിമറാണ്, ഉള്ള കാര്യം ഞാൻ പറയാം. എങ്ങനെയാണെങ്കിലും ആരെങ്കിലും ഒക്കെ ആവാഹിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, പിടികിട്ടിയില്ല. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ലെങ്കിലും അനുമോൾക്ക് ഇങ്ങനെ ഓരോന്ന് വന്ന് വീഴുന്നുമുണ്ട്. അപ്പൊ അതിന് ബാക്കിയുള്ളവർ അസൂയപ്പെടാതെ അവരുടേതായിട്ടുള്ള വഴിക്കുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യും. അല്ലാതെ ഈ അപ്പാനിയെ പോലെ ചുമ്മാ ചൊറിഞ്ഞ്
എന്തോ അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അനുമോൾ ഗംഭീരമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ഗംഭീരമായിട്ട് ഇന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിരീട യുദ്ധം ഇപ്പം നടന്നു കഴിഞ്ഞു, ഇന്നത്തെ ആ ഒരു 3rd റൗണ്ട്. അപ്പോൾ ഇന്നത്തെ റൗണ്ട് ബിഗ് ബോസ് മാമൻ മൊത്തത്തിലൊന്ന് മാറ്റിമറിച്ചു. കാരണം തൊപ്പി തലയിൽ വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തി. കാരണം ഇന്നലെ ആദ്യത്തെ 2 റൗണ്ടിലും നല്ല രീതിയിലുള്ള ഫിസിക്കൽ, ഇപ്പം ജിസേലിന്റെ കൈയൊക്കെ മുറിഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക്, രേണുവിനാണെങ്കിൽ വയ്യ, രേണു ചത്തു, ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി ആ ഗെയിം വേണ്ട, നമുക്ക് ഗെയിം ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് ഒരു റോഡ്, ഒരു ഗ്ലാസ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റോഡിൽ ഇങ്ങനെ മേളിൽ ഈ വുഡിന്റെ ഒരു പ്ലേറ്റ് പോലെ, അപ്പൊ അതിൽ ബോൾ ഇങ്ങനെ അടുക്കുക. ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഇവിടെ വെച്ചേക്കാം നമ്മുടെ മസ്താനി കളിക്കുന്നതിന്റെ. പക്ഷേ ഇത് എല്ലാവരും കളിക്കണ്ട, 3-4 ടീമുണ്ടല്ലോ ഇനി ബാക്കിയുള്ളത്, അതായത് ഉണിലിന്റെ ടീം, മസ്താനിയുടെ ടീം, നൂറയുടെ ടീം, നെവിന്റെ ടീം, ഈ 4 ടീമിലും ക്യാപ്റ്റന്മാർ, ഞാൻ ഈ പറഞ്ഞ പേരുകൾ, ഇവർ മാത്രം കളിക്കാൻ ഇറങ്ങാം. മറ്റേ സഹായികൾക്ക് ഇനി ഗെയിം ഇല്ല ഈ ഒരു റൗണ്ടിൽ. അടുത്ത റൗണ്ടിന് എന്താവുമെന്ന് അറിയത്തില്ല. ഈ റൗണ്ടിൽ എന്താണെങ്കിലും വലിയ ഫിസിക്കൽ പരിപാടികളില്ലാത്ത ഈ ഒരു ബോള്, ഇപ്പുറത്ത് 2 ബോളുണ്ട്, അപ്പുറത്തെ അറ്റത്ത് 2 ബോളുണ്ട്, ഇവിടുന്ന് ഒരു ബോൾ എടുത്ത് ഈ റോഡിൽ വെക്കുക, അപ്പുറേ പോവുക, ഇവിടുന്ന് 1ാമത്തെ ബോൾ എടുത്തെങ്കിൽ അവിടെ പോയി 2ാമത്തെ ബോൾ എടുത്ത് വെക്കുക, തിരിച്ച് ഇവിടെ വരിക, 3ാമത്തെ ബോൾ എടുക്കുക, തിരിച്ച് അവിടെ പോവുക, 4ാമത്തെ ബോൾ എടുക്കുക, പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പം ഈ സാധനം, ഈ ബോൾ എല്ലാം കൂടെ ഇടാനായിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിലേക്ക് വന്ന് കറക്റ്റായിട്ട് ഇടുക. എവിടെയെങ്കിലും വെച്ച് ഈ ബോൾ മൊത്തം താഴെ വീണാൽ, ഇപ്പം 2ാമത്തെ ബോൾ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് താഴെ വീഴുന്നതെങ്കിൽ ആ 2ാമത്തെ ബോൾ തൊട്ട് വീണ്ടും ഗെയിം കളിക്കണം. കാര്യം പിടികിട്ടിയല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ഗെയിം ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യമേ കളിക്കാൻ വന്ന ഒനീലാണ് ഏറ്റവും കുറവ് സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഒനീൽ കംപ്ലീറ്റ് ചെയ്യും. ഒനീലിൻ്റെ കൈക്കൊക്കെ നല്ല സ്ട്രോങ് ആണ് ഒനീലിൻ്റെ കൈ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഒരു കൈക്കൊരു പവർ വേണം. അതുകൊണ്ട് തന്നെ ഒനീൽ ഫസ്റ്റ് ഇറങ്ങി, ഒനീൽ 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മസ്താനി വരുന്നു. മസ്താനി ഒരുപാട് സമയം എടുത്തു, എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടാണ് മസ്താനി ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. കാരണം കുറേ തവണ മസ്താനിയുടെ കയ്യിൽ നിന്ന് താഴെ പോയി. പിന്നെ 3ാമത് വന്നത് നോറയാണ്. നൂറയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നല്ല രീതിയിൽ നൂറയ്ക്ക് ഗെയിം കളിച്ച് തീർക്കാൻ പറ്റി. അതിനുശേഷം 4ാമത് വന്നത് നെവിനായിരുന്നു. നെവിനും എടുത്ത് ആദ്യം തന്നെ നെവിനെ കുറച്ച് കൺഫ്യൂസ് ചെയ്തു ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും. അപ്പം നെവിനും എടുത്തുകൊണ്ട് വന്ന തുടക്കത്തിൽ തന്നെ നെവിൻ്റെ താഴെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും പോകുന്നുണ്ട്. നെവിൻ 3 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും ഒനീലും നൂറ ഇവരുടെ 2 പേരുടെയും ടീമാണ് വിജയിച്ചത്. മസ്താനിയും നെവിനും ഈ ഒരു റൗണ്ട് കൊണ്ട് പുറത്തേക്കായിരിക്കുകയാണ് അവരുടെ 2 പേരുടെയും ടീം. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മസ്താനി കളിക്കുന്നതിനിടയ്ക്ക് ജിസൈലിനെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ജിസൈൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗെയിം, ഒരു ടാസ്ക് അവിടെ നടക്കുമ്പോൾ നല്ല രീതിയിൽ, അതിപ്പോൾ ശത്രു ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇപ്പം മസ്താനി ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, എന്നിട്ട് പോലും ജിസൈൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ ആദില ഒരു സൈഡിൽ നിന്ന് നമ്മുടെ മസ്താനി കളിച്ചപ്പോഴും ശരി, നമ്മുടെ ഈ ആതിരയുടെ പാർട്ണറായിട്ടുള്ള നൂറ ഗെയിം കളിച്ചപ്പോഴാണെങ്കിലും ശരി, നല്ല രീതിയിൽ ഒരു സൈഡിൽ നിന്ന് വെറുപ്പിക്കുന്നുണ്ട്. അതും ഒരു പാർട്ട് ഓഫ് ദ ഗെയിമാണ്, അല്ലാതെ അതിനകത്ത് നമുക്ക് ഒരുപാട് കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗെയിം കിരീട യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഉണിയിലും നൂറ ഇവരുടെ 2 പേരുടെയും ടീമായിരിക്കും. എന്തായിരിക്കും അടുത്ത ടാസ്ക് എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഫിസിക്കലായിട്ടുള്ള പരിപാടികൾ ഒരുപാട് അങ്ങോട്ട് ബിഗ് ബോസ് കൊടുക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ ഗെയിം നല്ല രീതിയിൽ സീനായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ബാക്കി പോയി കാണട്ടെ, എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. ഇപ്പം മിക്കവാറും അടുത്ത അടി പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അനിമോളുടെ കേസിൽ ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അറിയത്തില്ല, പോയി നോക്കട്ടെ. അനിമോളാണല്ലോ ഇപ്പം എല്ലാവരുടെയും ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് ഒരു മൈൻഡ് ഗെയിമർ, അത്രേ ഉള്ളൂ. അല്ലാതെ ക്വാളിറ്റി കണ്ടന്റ് ഒന്നും ഞാൻ പറയത്തില്ല. ഗെയിം കളിക്കുന്നുണ്ട്, ബിഗ് ബോസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ബാക്കിയുള്ളവർക്ക്, അതിലെ പോലുള്ളവർക്കും അപ്പാനിയെ പോലുള്ളവർക്കും കണ്ടന്റും കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ നോക്കിയാൽ മതിയല്ലോ നമ്മൾ. ബാക്കി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ബാക്കി പോയി ലൈവ് അപ്ഡേറ്റ് ഒക്കെ കാണട്ടെ, എന്നിട്ട് അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.